ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വന്ന് കയറിയപ്പോൾ തന്നെ ദാണ്ട ഗൈസ് ഇങ്ങനെ ഒരു കൊടുത്തേക്ക് എന്തൊന്നും മനസ്സിലായില്ല. നമ്മൾ നേരെ കയറി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. എന്തോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു കാര്യമില്ല. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. റീസെൻറ്റ് ചേഞ്ചസ്: ഡ്രോപ്പ് ആൾ ഓൺ സ്പോണേഴ്സ്, ഡ്രോപ്പ് ആൾ ഓൺ ഓർഡേഴ്സ്, അപ്ഡേറ്റ് entity limits, update media requirement, pick up item after draw duels, spectator duel that are over, improvise anti base protection. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ 90K റുപ്പീസ് കിട്ടിയിരിക്കുകയാണ്. മണി നമുക്ക് 90K പൈസ നമുക്ക് 90K ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് ഞാൻ കുറച്ച് ഇത് മൈൻഡ് ചെയ്യാൻ പോയായിരുന്നു, ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇതങ്ങ് അടച്ച് കളയാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിട്ട് എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നമ്മളിലേക്ക് കൊണ്ട് അന്വേഷിച്ചത്. ആൾ ഓപ്ഷനിലേക്ക് വെക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. സോ നമുക്കിപ്പോൾ ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ പൈസ വെച്ചിട്ട് നമുക്ക് നേരെ അടുത്ത ഗിയേഴ്സ് വാങ്ങിക്കണം ഗൈസ്. അങ്ങനെ നമുക്ക് ഗിയേഴ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ഡ്യുവൽസ് വേണം. സോ നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നേരെ ഓപ്ഷൻ ഹൗസിൽ പോവാം. സോ ഗൈസ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഐറ്റംസിൽ പോയിട്ട് ഗൈസ്, അപ്പോൾ ഇതൊക്കെ വെറുത്ത് സാധനങ്ങളാണ് ഗൈസ്. നമുക്ക് കുറച്ച് രൂപയ്ക്കൊക്കെ ഇത് കിട്ടുന്നതാണ്. സോ നമുക്ക് നേരെ അതിനകത്ത് പോയിട്ട് നമുക്കിത് കൂട്ടി വയ്ക്കാം ഗൈസ്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. നമുക്ക് ഒരെണ്ണത്തിന് 20K കിട്ടും. 20K ആയിട്ട് കിട്ടും. നമുക്ക് അടുത്തതിനൊരു 10K വയ്ക്കാം. ജസ്റ്റ് ഒരു 10 എണ്ണത്തിനാണ്. അടുത്തതിനൊരു നമുക്ക് 10K വയ്ക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് അടുത്തതിനൊരു നമുക്കൊരു 10K കഴിഞ്ഞിട്ട് ഒരു 20K വെക്കാം. അപ്പോൾ 2 20K നമ്മൾ വിറ്റിട്ടുണ്ട്. സോ നമുക്കിനി നേരെ അയൺസ് മൈൻ ചെയ്യാൻ പോകണം. അയൺസ് മൈൻ ചെയ്യുന്നതിനേക്കാൾ വേഗം നമുക്ക് ജസ്റ്റ് അയൺസ് എടുക്കാം ഗൈസ്. ഇതിന് 1K വെർത്ത്. നമുക്ക് ഇതിനകത്ത് പോയി നോക്കാം. കോപ്പർ സെർച്ച് ചെയ്ത് നോക്കാം. കോപ്പറിന് എത്ര രൂപയാണ് ഗൈസ്? എനിക്കറിയത്തില്ല. 750 രൂപ ഒരു സ്റ്റാക്കിന്. ഇപ്പോൾ നോക്കിക്കേ ഗൈസ്, ഒരു സ്റ്റാക്കിന് എത്ര രൂപയാണ്? 50K ഗൈസ്. ജസ്റ്റ് ഒരു സ്റ്റാക്കിന് 50K. നമുക്ക് എന്തായാലും 50Kക്ക് നമുക്ക് ഓപ്ഷൻ ഹൗസിൽ വിൽക്കാം ഗൈസ്. എന്തായാലും നമുക്കിത് 50Kക്കൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു 50Kക്ക് മൊത്തം വിൽക്കാം. സോ ഗൈസ് അപ്പോൾ നമുക്ക് 50K കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അതിനകത്ത് പോയി നോക്കാം ഗൈസ്. അത് നമുക്കിപ്പോൾ 50Kക്കാണ് ഗൈസ്. 50Kക്ക് നമ്മളങ്ങനെ വിറ്റിട്ടുണ്ട് ഗൈസ്. ഇനി ആരെങ്കിലും വന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെ. എന്തായാലും നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. നൈറ്റ് അല്ല ഗൈസ്, സേഫല്ല. ശരിക്കും പറഞ്ഞത് സേഫല്ല. സോ നമുക്കിപ്പോൾ അയൺസ് വേണം. നമുക്ക് നേരെ അയൺസ് വാങ്ങിക്കാം ഗൈസ്. അയൺസ് വാങ്ങിച്ചിട്ട് കണ്ട് ബക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം ഗൈസ്. അങ്ങനെയാണ് പറയുന്നത്. ഹലോ, ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ എത്ര ദിവസമായിട്ട് ഇവിടെ നിൽക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല ഗൈസ്. ആകോട്ടെ, എന്തായാലും നമുക്ക്
ഹാക്കിംഗ് ഹൗസ് പോയതിന് ശേഷം ഞങ്ങൾ നേരെ അയൺ സെർച്ച് ചെയ്യാം. അയൺ നമുക്കൊന്ന് നോക്കാം. അയണാണ് എനിക്കിപ്പോൾ വേണ്ടത്. അയൺ എന്ത് ഇതാണ്ട് അയൺ 50Kയുടെ അയണുണ്ട്. 50Kയുടെ നമുക്ക് 50Kക്ക് അത് വാങ്ങിക്കാം. ഒരു 50Kയുടെ അയണും കൂടെ വാങ്ങിക്കാം. ചുമ്മാ ഇരിക്കട്ടെ. ഇത് നമുക്ക് അയൺ ടൂൾസൊക്കെ ഉണ്ടാക്കാം അല്ലേ ഗൈസ്? ഇതിങ്ങനെ വന്ന് നടക്കുന്നു ഗൈസ്. കോട്ടെ അയൺ ടൂൾസ്, അയൺ ലെഗിൻസ്, അയൺ ചെസ്റ്റ് പ്ലേറ്റ്, അയൺ ബൂട്ട്സ്, ഇതൊക്കെ നമുക്ക് ചെയിൻ ബൂട്ട്സിനകത്തൊക്കെ മാറ്റിയിട്ട് അയണാക്കാം. മൊത്തം അയൺ. സോ ഗൈസ് അയണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം സെല്ല് ചെയ്യാം. ഇതിനൊക്കെ എത്ര രൂപയാണ്? 250 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും സെല്ല് ചെയ്യാം. അതൊരു 250 രൂപയ്ക്ക് സെല്ല് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ സെല്ലായിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്കൊരു 250 രൂപയ്ക്ക് സെല്ല് ചെയ്യാം. 250 രൂപ. മൂന്നാമത്തത് നമുക്കൊരു 250 രൂപയ്ക്ക് സെല്ല് ചെയ്യാം. 250 രൂപ. 250 രൂപയ്ക്ക് സെല്ല് ചെയ്യാം ഗൈസ്. നമുക്ക് 250 രൂപയ്ക്ക് നമ്മൾ ഇത് സെല്ല് ചെയ്യണം. സോ ഗൈസ് അടുത്തത് നമുക്ക് 250 രൂപയ്ക്ക് സെല്ല് ചെയ്യത്തില്ല, 300 രൂപയ്ക്ക് സെല്ല് ചെയ്യും. അടുത്തത് നമ്മൾ എന്തായാലും 300 രൂപയ്ക്ക് സെല്ല് ചെയ്യും. 300 രൂപ. സോ നമുക്ക് നേരെ സെല്ല് ചെയ്യാം. നമ്മൾ നേരെ പുറത്തേക്ക് പോയിട്ട് 10Kയുടെ ഒരു കുബിൾസ്റ്റോൺ വാങ്ങിച്ചിട്ടുണ്ട് ആരാണ്ട്. അപ്പോൾ നമുക്കൊരു 10K എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റിനെങ്ങാണ്ട് കുറച്ച് നല്ല ബെർത്തായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. സോ ഗൈസ് അപ്പോൾ നമുക്ക് മാക്സിമം ബക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വിൽക്കാൻ വേണമെങ്കിൽ നമുക്ക് ലാവ ബക്കറ്റൊക്കെ വിൽക്കാം. അതാണ് പെർഫെക്റ്റ് ഗൈസ്. അതാകുമ്പോൾ ഇതെന്തോ വേറെന്തോ കളർ രീതിയാണ്. സോ ഇതാണ് നമ്മുടെ ലാവ ബക്കറ്റാക്കി വിൽക്കാം ഗൈസ്. എന്നാണ് ഇതിനകത്ത് അറിയാതെ വല്ല മീനിട്ടുണ്ടെങ്കിൽ മൊത്തവും ചാമ്പലാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ്. സോ ഇനി നമുക്ക് നേരെ കയറിയിരിക്കാം. സോ നമുക്കിതെല്ലാം ഓർഡേഴ്സ് എന്നാണ് പറയുന്നത്. എൽട്രേഡൊക്കെ ഓർഡർ ഉണ്ട്. അങ്ങനത്തെ ഓർഡേഴ്സ് നമുക്കിപ്പോൾ ലാവ ബക്കറ്റിൻ്റെ ഓർഡർ നോക്കാം. ഏറ്റവും കൂടിയത് എത്ര? ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഈ 810 രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 810 രൂപയുടെ ഒരു ഓർഡർ ഗൈസ്. അത് നമുക്ക് വെയിറ്റ് ചെയ്യും. 810. അപ്പോൾ നമുക്ക് 810 രൂപയുടെ ഓർഡർ നോക്കാം. രൂപയുടെ ഓർഡറാണ്. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഡേഴ്സൊന്നും കാണത്തില്ലായിരിക്കും. സോ ഗൈസ് നമുക്കിപ്പോൾ ഓർഡേഴ്സ് ചെയ്ത് നമുക്കിപ്പോൾ ഇത്രയും രൂപ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം ഈ ബക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് വിൽക്കാം. ബക്കറ്റ്സ് ഉണ്ടാക്കി ഓർഡേഴ്സ് വിൽക്കുക. ഓർഡേഴ്സ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് അത് പെട്ടെന്ന് വിറ്റ് കിട്ടും. നമുക്ക് മാക്സിമം ബക്കറ്റ് ഉണ്ടാക്കുക, എന്നിട്ടത് വിൽക്കുക. ഗൈസ് ഇതിന് മൊത്തത്തിൽ എനിക്കിപ്പോൾ ചിലവായത് 15. ഗൈസ് ഇത് നഷ്ടമാണോ എന്നൊരു ഡൗട്ടില്ല. നമുക്ക് ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ ഹൗസിൽ പോയതിന് ശേഷം ലാവ ബക്കറ്റ്. സോ നമുക്കതൊന്ന് നോക്കാം. ലാവ ബക്കറ്റ് 60
ഗൈസ് ഇതൊക്കെ ഭയങ്കര ഈ നമുക്ക് 5 കേക്ക് വയ്ക്കാം /h നമുക്കിത് 5 കേക്ക് വയ്ക്കാം. സോ 5 കേക്ക് വയ്ക്കുന്നതാണ് നല്ലത്. സോ 5 കേക്ക്. മറ്റേത് ഭയങ്കര പ്രയാസമാണ് ഗൈസ്. മറ്റേത് മൊത്തം കള്ളത്തിൽ ഗൈസ് കണ്ടോ 250 രൂപയുടെ എന്തോ സാധനം വാങ്ങിച്ച് 5 കേടെ താണ്ട് അടുത്ത വാങ്ങിച്ച് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ട് നമ്മൾ വിറ്റ് കിട്ടി ഗൈസ്. പെട്ടെന്ന് വിറ്റ് കിട്ടി ഗൈസ്. നമുക്ക് 5 കെ മാറ്റി നമുക്കൊരു 10 കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. 10 കെ ഗൈസ്. 10 കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ മാക്സിമം അത് കൂട്ടി വരികയാണ് ഗൈസ്. ഹലോ ഇപ്പോൾ ഗൈസ് ഇപ്പോൾ ശരിയായോ എന്നൊരു ഡൗട്ടില്ല. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. സോ ഇനി നമുക്കതൊരു 5 കേക്ക് വയ്ക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മാക്സിമം ഇങ്ങനെ 5 കെ 10 കെ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കും ഗൈസ്. നമുക്ക് എങ്ങനെയൊക്കെ വിൽക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ വിൽക്കും. എന്തായാലും നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇത്രയും ഇതൊക്കെ കാണും. സോ എന്തായാലും നമുക്കൊരു ലാവ ബക്കറ്റ് മാക്സിമം ഓർഡേഴ്സിനേക്കാൾ നല്ലത് ഇങ്ങനെ ഓപ്ഷൻ ഹൗസ് സെല്ല് ചെയ്യുന്നതാണ്. ഇപ്പോഴെനിക്ക് അതാണ് തോന്നുന്നത്. അതാകുമ്പോൾ ഒരെണ്ണത്തിന് 5 കേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു 5 കേക്ക് നമുക്ക് ഇത് കിട്ടുന്നതായിട്ട് അത് നമ്മൾ അതല്ലേ ഗൈസ് ബെറ്റർ. പക്ഷെ ഇതിപ്പോൾ കുറേ സമയം കളയും. അത് വേറൊരു കാര്യം. അതുകൊണ്ടായിരിക്കും മിക്കവാറും ആരും അങ്ങനെ വിൽക്കാത്ത. ഇത് നമുക്കൊരു 10 കേക്ക് വിൽക്കാം. 10 കെ 5 കെ അങ്ങനെ നമുക്ക് നോക്കാം. ഏതെങ്കിലുമൊക്കെ വിറ്റ് വരുമല്ലോ. 5 കെ ഏതാണ്ടാണ് ഗൈസ്. നമുക്കങ്ങനെ പെട്ടെന്ന് വിറ്റുകൊണ്ടിരിക്കും. 5 കേടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിൽക്കും. 10 കേടൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കിനും വിറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേക്കിന് മൊത്തം മിക്കവാറും അപ്പോൾ നമുക്ക് മാക്സിമം ലാഭം കിട്ടും. അതുകൊണ്ടാണ്ട് 10 കെ കണ്ട ഗൈസ്. 10 കേക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നതാണ്. ആണ്ട് 10 കെ പിന്നെയും ഗൈസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 10 കെ നമുക്ക് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ പൈസ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഗൈസ്. നിങ്ങളിത് കാണുക ഗൈസ്. നിങ്ങൾ ഇത് കണ്ടു തന്നെ പോകും. നമുക്ക് മാക്സിമം കുറേ ആൾക്കാരിങ്ങനെ സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമുക്കിതൊക്കെ വിറ്റ് പോകാൻ. നമുക്ക് /ഓർഡേഴ്സ് നമുക്ക് ഏറ്റവും നമുക്ക് ഒരു ഓർഡർ നോക്കാം. ഏതാ അയൻ്റെ ഓർഡർ നോക്കാം. അയൻ്റെ ഓർഡറിൽ 60 ഈച്ച് 45 ഈച്ച് 45 5 അങ്ങനെയൊക്കെ ഉണ്ട്. മോസ്റ്റ് പെയ്ഡ്. സോ നമുക്ക് നേരെ നമുക്കൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഓർഡറൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഓർഡർ എടുക്കാൻ കുറേ പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഓർഡർ amount, click type of amount, item, ഈ ഐറ്റം ചൂസ് ഐറ്റം എമൗണ്ട് പ്രൈസ്. സോ നമുക്ക്
അയണാണ് നമുക്കിപ്പോൾ വേണ്ടത്. നമുക്ക് അയൺ എടുക്കുക. എന്നിട്ട് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 100 എമൗണ്ട്. പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 50 രൂപ. ടോട്ടൽ 5K. സോ നമുക്ക് ഒരു 100 1000 അങ്ങനെയാണെങ്കിൽ 50K ആവും. എന്തായാലും ആരെങ്കിലുമൊക്കെ 50Kക്ക് അയൺ ഇങ്കട്ട് 1K അയൺ ഇങ്കട്ട് എന്തായാലും നമുക്ക് കിട്ടുമായിരിക്കും. ഇത് മൊത്തം ഇത് പോയി.